വിലയിടിവിൽ നട്ടം തിരിഞ്ഞ് ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ. നിലവിൽ 20-നും താഴെയാണ് പലയിടങ്ങളിലും ഏത്തക്കായ്ക്ക് ലഭിക്കുന്ന വിപണി വില. 50-ന് മുകളിൽ വില ലഭിക്കാത്ത ഏത്തവാഴ കൃഷി മുൻപോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് കർഷകർ പറയുന്നു. ഹൈറേഞ്ചിലെ വലിയൊരു വിഭാഗം കർഷകരുടെ വരുമാന മാർഗങ്ങളിലൊന്നാണ് ഏത്തവാഴ കൃഷി. എന്നാൽ വിലയിടിവ് മൂലം ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. നിലവിൽ 20-നും താഴെയാണ് പലയിടങ്ങളിലും ഏത്തക്കായ്ക്ക് ലഭിക്കുന്ന വിപണി വില. പോയ വർഷം ഈ സമയം 30-ന് മുകളിൽ ഏത്തക്കായ്ക്ക് വിലയുണ്ടായിരുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. 50-ന് മുകളിൽ ഏത്തക്കായ്ക്ക് വില ഉയർന്ന കാലവുമുണ്ട്. പരിപാലന ചിലവാണ് വാഴ കർഷകരെ വലയ്ക്കുന്നത്. വിത്ത്, വളം, പരിപാലനത്തിനായുള്ള പണിക്കൂലി തുടങ്ങി ചിലവക കൂട്ടിയാൽ 50-ന് മുകളിലെങ്കിലും വില ലഭിക്കാതെ ഏത്തവാഴ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് ഏത്തവാഴ കർഷകർ പറയുന്നു. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വളത്തിൻ്റെ ഒരു കുറവ് വിലയിൽ കുറച്ച് തരുവാണെങ്കിൽ കർഷകർ തിരിച്ചു പോകും. ഇപ്പോഴത്തെ രീതിക്ക് പണിക്കൂലിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നഷ്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നിലവിൽ സർക്കാർ എന്തെങ്കിലും ഇതിനൊരു സബ്സിഡിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ തരുവാണെങ്കിൽ കൃഷി മുന്നോട്ട് പോകും. അല്ലാണ്ട് ഇത് മുന്നോട്ട് കൊണ്ടാൻ ഒരു കർഷകനെ സംബന്ധിച്ച് നടക്കില്ല. പാട്ടക്കാശും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മുതലാവില്ല. ആ രീതിക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു 3-4 കൊല്ലമായിട്ട് ഇപ്പോൾ ഇതാണ് പരിപാടി. 800 രൂപ കൂലി കൊടുത്ത് ചാപ്പാടും കൊടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മുതിരിക്കും. അപ്പോൾ ആ രീതിക്ക് നോക്കുമ്പോൾ നമുക്ക് നഷ്ടത്തിലാണ്. ഭൂമി പാട്ടത്തിനടുത്താണ് പല കർഷകരും ഏത്തവാഴ കൃഷി നടത്തുന്നത്. കൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതോടെ കർഷകർ കടക്കണിയിലാൻ വരുന്നു. വളത്തിനടക്കം വലിയ തോതിൽ വില ഉയർന്ന സാഹചര്യവുമുണ്ട്. നഷ്ടം താങ്ങാനാകാതെ പല കർഷകരും ഏത്തവാഴ കൃഷി ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഈ മേഖലയിൽ ശേഷിക്കുന്ന കർഷകരെ പിടിച്ചു നിർത്താൻ സർക്കാരിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന ആവശ്യവും ഏത്തവാഴ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.